ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങിൻ്റെ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പത്തിരിക്കും ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 2 വലിയ ഉരുളക്കിഴങ്ങും ചെറിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുള്ളത്. അത് കഷ്ണങ്ങളായിട്ട് മുറിക്കുക. എന്നിട്ട് കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കുക്കറിലേക്ക് ഇടുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ കഷ്ണം ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരു ചെറിയ മീഡിയം സവാള, ചെറിയ കേട്ടോ മീഡിയം സവാളാണ് എടുത്തിട്ടുള്ളത്. അതും അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിടാം. പിന്നെ അതേപോലെ തന്നെ ചെറിയ തക്കാളിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്, പകുതിയായിട്ടോ എടുത്തിട്ടുള്ളത്. അതും അതിലേക്ക് ഇടാം. പിന്നെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും അതിലേക്ക് കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് കുക്കറിൽ ഇട്ടിട്ട് പിന്നെ ഉപ്പ് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കൂടുതലായിട്ട് ഇപ്പം നമ്മൾ 4-5 ആക്കുള്ള ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. അതിനാവശ്യത്തിലുള്ള ഉപ്പ് ഇടുക, പാകത്തിന് ഉപ്പ് ഇടുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. നല്ലപോലെ ഇളക്കിയിട്ട് കുക്കർ വിസിൽ വരാൻ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മൂടിയൊക്കെ ഇട്ട് ഒരു 3 വിസിലാണ് വരേണ്ടത്. ഓരോ കുക്കറിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 വിസിലാണ് എടുത്തിട്ട് ആ സമയമാണ് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ചൂടിയാണ്. രാവിലെ ഒന്നും മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും ചെയ്യാൻ അമർത്തുക. പിന്നെ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഓരോന്നായിട്ട് ചൂടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഉമ്മയാണ് ചപ്പാത്തി പരത്തുക, ഞാൻ ചൂടുക. അങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റൈൽ കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ നല്ലോണം പൊള്ളി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉമ്മ പരത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൈൽസിൽ വെച്ചിട്ടാണ് പരത്തുന്നത്, കല്ലിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ കുക്കറിൽ 3 വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ചപ്പാത്തി ദോമൊക്കെയുള്ള ചെറിയ ചപ്പാത്തിയാണ്, അതൊക്കെ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുക്കറിൽ വിസിലൊക്കെ വന്ന് കഴിഞ്ഞ് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം നമ്മൾ ഒരു കയ്യിലിട്ടിട്ട് നല്ലോണം ഉടക്കുക, മിക്സ് ചെയ്യുക കേട്ടോ. രണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പം നല്ലോണം ഒടിച്ചിട്ട് അത് കഴിഞ്ഞ് ചട്ടി എടുത്തിട്ട് എണ്ണ ഒഴിക്കുക, വറവിടാനുള്ള എണ്ണ ഒഴിക്കുക കേട്ടോ. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇടുന്നത് കടുകാണ് ഇടുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇടുക. അത് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മളിടുന്നത് കറിവേപ്പില ഇടുക. അപ്പോൾ അതും നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മൾ 2 വറ്റമുളകാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്, വേണ്ടതെന്ന് ഇട്ടാൽ മതി. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്കൊക്കെ ഇടാം, അല്ലാത്തവർക്കൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മളത് കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ കറി നല്ലോണം വറ്റിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് ഇടുക. അത് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. മിനിറ്റുകൾക്കകം ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കറി ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസായിട്ട് കാണാം.